രാം നാരായൺ റാം. നമ്മിൽ എല്ലാ ആളുകൾക്കും ഒരേ മാർഗമാണ്. എല്ലാവരും ഒരേ ഇരിപ്പിടത്തിൽ ഇരുന്ന് ചിന്തിക്കണം. ഓരോരുത്തരുടെയും ജന്മസിദ്ധ അവകാശം ഉണർന്നു വരും. നമ്മെല്ലാം ഒരേ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ്. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ മാനസിക തടസ്സങ്ങൾ ഉണ്ടാകില്ല. ഒരേ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെ ഇരുന്ന് ഒരേ വിദ്യ അഭ്യസിക്കാം. നമ്മൾ എപ്പോൾ പറയാനാകും, ഞങ്ങൾക്ക് രോഗം ഇല്ല, ദുഃഖം ഇല്ല, ഏതെങ്കിലും വേദനയോ ശോകമോ ഇല്ല? നമ്മെല്ലാവരും ഇവിടെ എന്തിനെത്തിയെന്ന് മനസ്സിലാക്കണം. മരണവിസ്മയം അനിവാര്യമാണെന്ന് നമുക്ക് അറിയാം. അതിൻ്റെ ബോധ്യത്തോടെ അനന്തമായ ഈ വിശ്വത്തിൻ്റെ മഹത്തായ ശക്തിയിലേക്ക് കടന്നു പോകണം. ആ സ്വരത്തെ നമുക്ക് കൈകാര്യം ചെയ്യണം. അതിനെ കൈകാര്യം ചെയ്താൽ എല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഈ ശരീരയന്ത്രത്തിൽ ആ സ്വരം ഉണർത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ ഉണർന്നു വരും. രോഗവും ദുഃഖവും കാരണം നാം ഭ്രമിച്ചിരിക്കുന്നു. എല്ലാം വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ചിന്തകൾ ദൂരത്തേക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല. എത്ര ശാസ്ത്രങ്ങൾ ഉണ്ടായാലും അവയിൽ ഭൂരിഭാഗത്തിലും മതീയ തർക്കങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആദിവേദങ്ങളിൽ ഒരേ സ്വരത്തിൽ ഏകീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആരെയും ഉപദേശിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഈ ലോകം ആരംഭിച്ചപ്പോൾ അപമാനം, മറ്റു വ്യക്തികളുടെ സമൃദ്ധിയെ കണ്ട് അസൂയ ഇതുമാത്രമാണ് നമ്മൾ കണ്ടെത്തിയത്. ഇന്നും നാം ഐക്യപ്പെടുന്നില്ലെങ്കിൽ നാം ഇല്ലാതാകും. മൂല നയത്തിൽ അടങ്ങിയിരിക്കുന്ന ധർമ്മം എല്ലാവർക്കും മനസ്സിലാക്കണം. നയം തകർന്നു കിടക്കുമ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ ഒന്നിച്ചു ചേർത്ത് നയത്തിൽ യാതൊരു കുടുക്കുകളും ഇല്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ നേതാക്കളോട് പറയാൻ കഴിയൂ, പദവിക്കായി നയത്തെ തകർക്കരുത്. നമ്മുടെ ഉള്ളിൽ എല്ലാ ശക്തികളും നിലനിൽക്കുന്നു. അവയെ ഉപയോഗപ്പെടുത്തുമ്പോൾ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം കാണാൻ കഴിയും. ധർമ്മത്തിൻ്റെ വിത്ത് നട്ടുവളർത്താൻ ആദ്യം ഭൂമിയെ സാരമാവുന്നവണ്ണം തയ്യാറാക്കണം. അല്ലെങ്കിൽ ഭൂമി മരുഭൂമിയാകും.